സയൻസിന്റെ പേരും പറഞ്ഞ് മതവിമർശനം തൊഴിലാക്കി മാറ്റിയ, മനസാക്ഷിയില്ലാത്ത, ക്രെഡിബിലിറ്റി ഇല്ലാത്ത, മെഡിക്കൽ എത്തിക്സ് ഇല്ലാത്ത ഒരു എക്സ് ഡോക്ടറുടെ ലേറ്റസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒരു ഡോക്ടറെ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് അതിയായ വിഷമവും സങ്കടവുമുണ്ട്. പക്ഷേ എങ്കിലും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെയും എന്റെയും വിഷമവും സങ്കടവും മാറിയേക്കാം. ഡോക്ടറൊക്കെയാണ്, പക്ഷേ റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റ് ഒരു പെൺകുട്ടി മരിച്ചു, നോമ്പ് കൊന്നു എന്ന 12 മിനിറ്റ് വീഡിയോയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇതെല്ലാം നമ്മൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പോഴെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നോമ്പ് നോറ്റിട്ട് മരിച്ച ആരുടെയെങ്കിലും ഒരു ഉദാഹരണം പറയുമോ എന്ന്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ഉദാഹരണമല്ല, അനേകം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറയുകയും ഉദാഹരണങ്ങൾ മുന്നിൽ നിരത്തുകയും ചെയ്യും. അപ്പോൾ സംഭവം ഇതാണ്: നോമ്പ് ശാസ്ത്രീയമല്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്, ആത്മഹത്യാപരമാണ് എന്നും പറഞ്ഞ് ഇദ്ദേഹം ഈ മണിക്കൂറുകൾ നീണ്ട ഒരുപാട് വീഡിയോകൾ ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് പലരും കമന്റ് ആയിട്ട് ചോദിക്കും, എങ്കിൽ ഈ നോമ്പെടുത്ത് മരിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിന് മുന്നിൽ ഒരു വാർത്ത വരുന്നത്: നോമ്പ് നോറ്റ ഒരു പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. പിന്നെ ഒന്നും നോക്കുന്നില്ല, ആരോടും അന്വേഷിക്കുന്നില്ല, സയന്റിഫിക് ടെമ്പർ നോക്കുന്നില്ല, ലോജിക്കൽ ഫാലസിയെ പറ്റി ചിന്തിക്കുന്നില്ല, എടുത്തിട്ടൊരു അലക്കാണ്. ഈ മദ്രസ ജീവികൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഒരു കുട്ടിയുടെ വിവരം കൂടി നിങ്ങൾ മുന്നിലേക്ക് ഇവിടെ വെക്കുകയാണ്. അതെ, നോമ്പെടുത്തിട്ടാണ് ഈ കുട്ടി മരിച്ചത് എന്നതിന് ഡോക്ടർക്ക് യാതൊരു സംശയവുമില്ല, അതിന്റെ ആവശ്യവുമില്ല. പിന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കലാണ് ബാക്കി നോമ്പെടുത്ത് ക്ഷീണിച്ചവരോടുള്ള, ബുദ്ധിമുട്ടുന്നവരോടുള്ള കെയറിംഗ് ആണ്. നിങ്ങളെല്ലാവരും കൂടി നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഈ റാണിയ എന്ന് പറയുന്ന സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിൽ നിന്നും നിങ്ങൾ ഇനിയെങ്കിലും കരുതൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ആ പാവം പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും പ്രദർശിപ്പിക്കുന്നതിലൊന്നും ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂവും തോന്നുന്നില്ല, ഒരു മനസാക്ഷിയും നോക്കുന്നില്ല, ഒരു മെഡിക്കൽ എത്തിക്സും പാലിക്കുന്നുമില്ല. പക്ഷേ എങ്കിലും ഈ നോമ്പ് നോറ്റ് ബുദ്ധിമുട്ടുന്നവരോടുള്ള കെയറിങ്ങിന് ഒരു കുറവുമില്ല. ഈ മെഡിക്കൽ സയൻസിൽ മരണകാരണം, കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അങ്ങനെ വലിയ അസുഖമൊന്നുമില്ലാത്ത ആളുകളിലാണെങ്കിൽ പ്രത്യേകിച്ചും. ഇനി ഈ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തോ ഒക്കെയാണ് ഈ മരണകാരണം, കോസ് ഓഫ് ഡെത്ത് സാധാരണയായി കണ്ടുപിടിക്കാറ്. പക്ഷേ എങ്കിലും മിക്കപ്പോഴും ഈ ചികിത്സിക്കുന്ന ഡോക്ടർക്കോ പോസ്റ്റ്മോർട്ടം ചെയ്താലും ഈ മരണകാരണം, കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുക എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രോസസ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവിടെ ഈ എക്സ് മുസ്ലിം, എക്സ് ഹോമിയോ ഡോക്ടർക്ക് ഈ പെൺകുട്ടിയുടെ മരണകാരണം എങ്ങനെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി? ഇന്ന് നിങ്ങൾ നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഒരു കുട്ടിയുടെ വിവരം കൂടി നിങ്ങൾ മുന്നിലേക്ക് ഇവിടെ വെക്കുകയാണ്. ഇത് ഞാനല്ല പറയുന്നത്, ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് അതേ നാട്ടുകാരും ആ കുട്ടിയുടെ ബന്ധുക്കളും പറയുന്ന വാചകങ്ങളാണ് നിങ്ങൾക്ക് ഇനി ഇവിടെ കേൾക്കാൻ സാധിക്കുക. ഇതിലെടുത്ത് പറയുന്ന കാര്യമുണ്ട്: കാലാവസ്ഥ വലിയ ചൂടാണ്, അതുകൊണ്ട് വെള്ളം കുടിക്കാതിരുന്ന വലിയ പ്രശ്നമാണ്, ഉപ്പിട്ട വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്ന ആ കാഴ്ച അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. തെളിവുകൾ നയിക്കട്ടെ, സയന്റിഫിക് സ്റ്റഡി, സയന്റിഫിക് എവിഡൻസ് എന്നൊക്കെ നാഴികക്ക് 40 വട്ടം തള്ളിവിടുന്ന ഇദ്ദേഹത്തിന് ഈ പെൺകുട്ടിയുടെ മരണകാരണത്തിന്റെ സോഴ്സ് എന്താണെന്ന് അറിയാമോ? വാട്സാപ്പിൽ ഒരു വോയിസ്, അതും ഒരു ബന്ധുവിന്റെ. ദാലത്ത് മൊയ്തുഖാന്റെ മകളുടെ മകൾ റാനിയ ഇബ്രാഹിം, നമ്മൾ വേറ്റുമാണിക്കാമ്പയിലുള്ള ഈ എംബായിയുടെ മകൾ കൂടിയായ റാനിയ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. രാവിലെ ഹോസ്റ്റലിൽ വെച്ച് കോഴിക്കോട് കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായത്. മയ്യത്ത് ഇപ്പോൾ കോഴിക്കോടുള്ളത്. ഇൻഷാ അല്ലാഹ് രാത്രി 10 മണിയോടുകൂടി ആണിക്കാമ്പയിലുള്ള ഭവനത്തിലേക്ക് മയ്യത്ത് എത്തുന്നതായിരിക്കും. നാളെ ആയിരിക്കും കബറടക്കം. അതായത് എല്ലാവരും ആ കുട്ടിയുടെ മഹ്റത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. വളരെയധികം നല്ല ചൂടാണ്, കാരണം നല്ല ഉപ്പിട്ട വെള്ളം കുടിക്കുക, കാരണം പെട്ടെന്ന് തന്നെ പ്രഷർ ലോവായി പോവുക, ഇതുപോലെ കുഴഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. നോമ്പായതുകൊണ്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കും എന്ന് നോക്കണം. അതുപോലെ തന്നെ വെള്ളം നല്ലോണം കുടിക്കണം, ശ്രദ്ധിക്കണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഹോസ്റ്റലിൽ വെച്ച് കുഴഞ്ഞു വീണതാണ്, പിന്നെ ഇപ്പൊ നോമ്പ് കാലമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ആ വോയിസ് പറയുന്നത്. അല്ലാതെ ഈ കുട്ടിയുടെ മരണകാരണം ഈ വോയിസ് വിട്ട ആൾക്കും അറിയില്ല, പിന്നെ അദ്ദേഹം ഈ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറോ മറ്റേതെങ്കിലും മെഡിക്കൽ പ്രൊഫഷണലോ ഒന്നുമല്ല. അപ്പോൾ ഇനി എന്താണ് തെളിവ്? അതെ, ഇനിയുമുണ്ട് തെളിവ്. അതും പക്ഷെ ഒരു വാട്സാപ്പ് വോയിസ് ആണ്. അതും വെച്ച് ഈ കുട്ടിയുടെ ഫോട്ടോയൊക്കെ വെച്ച് അങ്ങ് ആധികാരികമായി തട്ടിവിടുകയാണ്. ഈ കുട്ടി എന്റെ ബന്ധുവൊന്നുമല്ല, ഞാൻ അറിയുന്ന ഒരാളുടെ ബന്ധുവാണ് ഈ കുട്ടി. അപ്പൊ ആ വോയിസ് കൂടി നമുക്കൊന്നോ. അസ്സലാമു അലൈക്കും. ഇത് ഗ്രൂപ്പിലിട്ടത് നമ്മുടെ കുടുംബക്കാരൊന്നല്ല കേട്ടോ, അറിയുന്ന ഒരാളെ ബന്ധുവാണ്. പിന്നെ ഇത് നോമ്പ് നോറ്റിട്ട് ശരീരത്തിൽ വെള്ളം കുറവായി അങ്ങനെ കുഴഞ്ഞു വീണ് വെച്ചതാണ് മോള്. അപ്പോൾ ഭയങ്കര ചൂടല്ലേ, നോമ്പൊക്കെ നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് എടുക്കാം പറഞ്ഞതുപോലെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു വെച്ച് പ്രഷർ കുറവായി പോയതാണ്. അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് തന്നെ മരിച്ചു പോയി. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് വെള്ളം ശരീരത്തിൽ തീരെ വെള്ളമല്ലാന്ന്. ചൂടുകൊണ്ട് നോമ്പ് ഭയങ്കര ചൂടല്ലേ പുറത്ത്. എല്ലാവരും ശ്രദ്ധിക്കുക, നോമ്പ് നോക്കുന്നവർക്കെല്ലാം എല്ലാം വെള്ളം കുടിക്കാൻ നോക്കുക. കാലാവസ്ഥ വളരെ ഇതാണ്. ശരി, എന്നാലും അസ്സലാമു അലൈക്കും. തെളിവുകൾ നിരന്തരം ചോദിക്കുന്ന, എവിഡൻസുകളിൽ വിശ്വസിക്കുന്ന ആൾക്ക് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ ഇത്രയും മതി.
ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നു, 2 വാട്സാപ്പ് വോയിസ് ഉണ്ട്. പെൺകുട്ടി നോമ്പ് നോറ്റിട്ടുണ്ടാവും, വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, ക്ഷീണമുണ്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. പിന്നെ ആരോടും ചോദിക്കണ്ട, കുടുംബക്കാരോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ചോദിക്കണ്ട, ചികിത്സിച്ച ഡോക്ടറോട് അന്വേഷിക്കണ്ട, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ട, ഇതിനെപ്പറ്റി ന്യൂസ് ചാനലുകളിൽ എന്താണ് വന്നത് എന്നറിയണ്ട. ചെയ്യാം ഒരു വീഡിയോ. നോമ്പ് നോറ്റ് ഒരു പെൺകുട്ടി മരിച്ചു, നോമ്പ് കൊന്നു, നോമ്പ് നോറ്റ് വെള്ളം കുടിക്കാതെ ഡീഹൈഡ്രേഷൻ കാരണം ഇതാ ഈ കൊച്ചു കേരളത്തിൽ ഒരു പെൺകുട്ടി മരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് സാധാരണ ബുദ്ധി കൊണ്ട് അല്പം ഇരുത്തി ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഉള്ളറകളിലേക്ക് അല്പം അന്വേഷണ ബുദ്ധിയോടെ ഇറങ്ങിച്ചെന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു അബദ്ധം പറ്റില്ലായിരുന്നു. ഇനി ഈ വാർത്തയുടെ ഈ ന്യൂസ് ചാനലുകളിൽ വന്ന വാർത്ത നമുക്കൊന്ന് നോക്കാം. കണ്ണൂരിൽ കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിലെ MA ഹിസ്റ്ററി 2ാം വർഷ വിദ്യാർത്ഥിനി റാനിയ ഇബ്രാഹിമാണ് മരിച്ചത്. അതേ പെൺകുട്ടിയാണ് കുഴഞ്ഞു വീണ് മരിച്ചതാണ്. പക്ഷേ അടുത്ത വരിയിൽ ചിലത് ഒളിഞ്ഞിരിപ്പുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ചൊവ്വാഴ്ച രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോവാൻ ഒരുങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഈ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു 8-9 മണിയായി കാണും. ഈ നോമ്പെടുത്ത ഒരാൾ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഈ രാവിലെ ഒരു 8-9 മണി നേരത്ത് വെള്ളം കിട്ടാതെ ഡീഹൈഡ്രേഷൻ കാരണം കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മലയാളത്തിൽ ഈ മൂക്ക് കീഴ്പോട്ടായ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ന്യൂസ് ഈ നമ്മുടെ ഡോക്ടർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവും ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇനി നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം. ഈ മദ്രസ ജീവികൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഒരു കുട്ടിയുടെ വിവരം കൂടി നിങ്ങൾ മുന്നിലേക്ക് ഇവിടെ വെക്കുകയാണ്. ഇതൊന്നും കണക്കിലെടുക്കാതെ ആരോഗ്യമുള്ള ആളുകൾ നോമ്പെടുക്കൂ എന്ന് ഒരു പടച്ചോൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഈ റാണിയ എന്ന് പറയുന്ന സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിൽ നിന്നും നിങ്ങൾ ഇനിയെങ്കിലും കരുതൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണുമ്പോൾ സത്യമായിട്ടും നമ്മുടെ യൂട്യൂബർ അർജു പറഞ്ഞത് ഓർമ്മ വരുന്നില്ലേ? സീരിയസ് ആയിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം മായച്ചു കളാം. ഈ നോമ്പെടുത്താൽ പോട്ടെ, ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് ആൾക്കാർ മരിക്കുമോ? മരിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഈ വെള്ളം അവൈലബിൾ ആയ സ്ഥലത്ത്, ഈ മെഡിക്കൽ അസിസ്റ്റന്റ് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു 12-13 മണിക്കൂർ വെള്ളം കുടിക്കാതെ ഇരുന്നാലൊന്നും ഡീഹൈഡ്രേഷൻ ഒരു മരണ കാരണമാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഇവിടെ ഈ വെള്ളം അവൈലബിൾ ആണ്, ആ കുട്ടിക്ക് എപ്പോ വേണമെങ്കിലും വെള്ളം കുടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ മെഡിക്കൽ അസിസ്റ്റന്റ് സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ രാവിലെ 9 മണിക്കാണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ കൂട്ടി വായിക്കാവുന്നതാണ്. ഇത് തിരിച്ചറിയാൻ ഇതെങ്കിലും ഒരു വഴിയാകട്ടെ എന്ന് കരുതിയാണ് ഈ വാർത്ത തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഞാനിത് പറയുന്നത്. ഇതിന്റെ പേരിൽ ഇനി ഏതെങ്കിലും ഇതേനെയുള്ള അപമാനിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് വിശ്വാസികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുട്ടിയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത പങ്കുവെച്ചുകൊണ്ട് അവിടെ നാട്ടുകാരൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അതോടൊപ്പം ആ ബന്ധു പറയുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. അതെ, ഇതൊരു പോയിന്റാണ്. ഇത്രയും അബദ്ധജടിലമായ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ ഒരു വാർത്ത ഒരു ഫാക്ട് ചെക്കും നടത്താതെ, നാട്ടുകാരോടോ വീട്ടുകാരോടോ കുടുംബക്കാരോടോ അന്വേഷിക്കാതെ, ഈ ചികിത്സിച്ച ഡോക്ടറോടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ കാണാതെ ഈ കുട്ടിയുടെ മുഖവും ഐഡന്റിറ്റിയും ഫോട്ടോയും വെളിപ്പെടുത്തി ഇങ്ങനെ ആധികാരികമായി പടച്ചുവിടുന്നതിനെതിരെ നിയമപരമായി നേരിട്ടുകൂടെ? ഈ കുട്ടിയുടെ ദുഃഖാർത്തരായ വീട്ടുകാരെന്തായാലും ഇതിന് മെനക്കെടാൻ വഴിയില്ല. അപ്പോൾ ഞാൻ എന്റെ ഈ മുസ്ലിം സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാരോട് ചോദിച്ചു. അപ്പൊ അവര് പറയാ, ഈ കക്കൂസ് പൊളിച്ച് ആരെങ്കിലും ജയിലിൽ പോവോ എന്ന്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഈദ് മുബാറക്.